നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാജു. നിങ്ങളെല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ചിക്കൻ ഷവർമ. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്ത് ഷവർമ ഉണ്ടാക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഷവർമ ചിക്കനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1/2 കിലോ ചിക്കനാണ്. ഞാനിതൊരു ചിക്കൻ മേടിച്ചിട്ട് അതിൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണ് ജീരകപ്പൊടി ഇടാം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അതിനകത്ത് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചു കൊടുക്കും. അപ്പോൾ അത് 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊരു കമ്പിയും അങ്ങനെ കോർത്തെടുക്കാം. ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അത് ബാർബിക്യൂൻ്റെ ഇതിൽ ഉണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വറുത്തെടുത്തിട്ട് അങ്ങോട്ട് ചെയ്യാം. വറക്കുമ്പോൾ ഇത്തിരി ഫ്രൈ ആക്കണ്ട കേട്ടോ. നന്നായിട്ടാണ് കോർത്തെടുക്കുക. എല്ലില്ലാത്ത പീസ് തന്നെ നോക്കി എടുക്കാൻ നോക്കിയോളൂ. കടലാകുമ്പോൾ തീയോട് കൂടിയിട്ടാണ് അവർ ചെയ്യണത്, ആ ഫ്ലെയിമിൽ. നമുക്കത് വീട്ടിൽ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്ത് എടുക്കാം. നമ്മൾ ഈ ചിക്കൻ ഞാൻ ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്ത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കാബേജും ഒരു ക്യാരറ്റും ഞാൻ ഇടുന്നത് നമുക്ക് വളരെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞിടും. ഈ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഇതിൽ പ്രത്യേകമായി ചേർക്കുന്ന സാധനമാണ് ക്യാരറ്റും പിന്നെ കാബേജ്. അരിയുന്നതിൻ്റെ ഉള്ളിലുള്ള പറയാൻ മറന്നു പോയിട്ടോ. നിങ്ങൾക്ക് കാബേജ് കൂടുതൽ വേണമെങ്കിൽ കാബേജ് കൂടുതൽ എടുക്കാം. കുട്ടികൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമാവില്ലേ. പക്ഷേ ഇത് ഈ മയോണൈസൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വരുമ്പോഴേ ഇത് നമുക്ക് നല്ല രുചിയാണ് കാബേജിന് എടുക്കുമ്പോൾ. ഞാനിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളൂ. ഈ ഒരു ക്യാരറ്റും കൂടെ നമുക്ക് കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. മാക്സിമം കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഷവർമയിൽ പൊതിയുമ്പോഴേ വലിയ കടിപ്പില്ലാണ്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ചിക്കനും അരിഞ്ഞെടുക്കാം. ചിക്കൻ നമുക്ക് നീളനെ അരിഞ്ഞെടുക്കാം. ഞാൻ ആ ചിക്കൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ റാപ്പിനകത്ത് പൊതിയെ അല്ലെങ്കിൽ ചപ്പാത്തിക്കകത്ത് പൊതിയെ ഇതിനകത്ത് കുറച്ച് മയോണൈസും ഈ കാബേജും ക്യാരറ്റും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പൊതിഞ്ഞെടുക്കാം. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് താളിച്ചെടുത്തിട്ട് ആണ് ചെയ്യുന്നത്. ഞാനൊരു പാൻ ചൂടായിട്ട് ഇപ്പോൾ ഒരല്പം 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്.
വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും. നമുക്ക് കുറച്ചും കൂടെ എരിവൊക്കെ അതിനകത്ത് കൂട്ടിയിടും ചെയ്യാം. അങ്ങനെ കളർന്ന് മാറി തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് നമുക്ക് ബാക്കിയുള്ള മസാല ഇടാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനിടെ. ഒരല്പം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, 1/2 ടേബിൾ സ്പൂണ് ജീരകം പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നേരത്തെ ഇട്ടതുകൊണ്ട് നമുക്ക് കൂടണ്ട. ജസ്റ്റ് ഒന്നൊരു പച്ചമണം പോകുന്നതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അരിഞ്ഞു വെച്ച ചിക്കൻ നമുക്ക് അതിനകത്ത് ഇടാം. അത് മാക്സിമം അങ്ങനെ പൊടി പൊടിയായിട്ട് അരിയുക. ഒരു 2-3 മിനിറ്റ് ഇതിനകത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 3 മിനിറ്റോളം ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ. നമുക്ക് ഇത്ര മതി. ഓൾറെഡി നമ്മളിത് ഗ്രില്ല് ചെയ്തുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിത് റാപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാബേജും ക്യാരറ്റും കൂടെ എടുത്തിരിക്കുന്നതിനകത്ത് ഞാൻ കുറച്ച് മയോണൈസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയ മയോണൈസാണ്. ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് കുറച്ച് മയോണൈസ് അതിനകത്ത് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. നമ്മളവിടെ കയറി യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പോകുമ്പോൾ കൊണ്ടുപോയി കഴിക്കാം. നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ ഷവർമയാണത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റാപ്പാണ്. എനിക്കിവിടെ റാപ്പ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ റാപ്പ് എടുത്തത്. ചപ്പാത്തി ആണെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റും കാബേജും കൂടെ ഇട്ട് പൊതിയാം. ആവശ്യത്തിന് ചിക്കൻ ഇടാം. ഞാനൊരു 5 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. മാക്സിമം ഇങ്ങനെ ഒന്ന് പരത്തി വയ്ക്കാം. നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. നമുക്കൊരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇടങ്ങിയൊന്ന് മടക്കാം. ഫുള്ളായിട്ട് മടക്കണമെങ്കിൽ ഫുള്ളായിട്ട് മടക്കാം. ഞാനിപ്പോൾ ഒരു ഹാഫായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കുന്നത് നോക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും പാക്ക് ചെയ്തെടുക്കാം. ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ ഷവർമ. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയാണ്, അതിലും രുചി കൂടുതലാണ് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ രുചികരമായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.